നമസ്കാരം. കാലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കടയ്ക്കലിൽ കുപ്രസിദ്ധ മോഷ്ടാക്കൾ പോലീസിന്റെ പിടിയിലായി. ഫാൻറ്റം പൈലി എന്നറിയപ്പെടുന്ന ഷാജിയും കൂട്ടാളി സൈദാലിയുമാണ് കടയ്ക്കൽ പോലീസിന്റെ പിടിയിലായത്. കൊച്ചാറ്റുപുറത്ത് കൃഷ്ണാസിലാണ് മോഷണം നടന്നത്. വീടിന്റെ ഡോർ പൊളിച്ച് മോഷണം നടത്തുന്നതിനിടയിൽ ശബ്ദം കേട്ട് അയൽവാസി നോക്കുമ്പോഴാണ് മോഷ്ടാക്കളെ കാണുന്നത്. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ഓടിച്ചിട്ടാണ് പ്രതികളെ പിടികൂടിയത്. എങ്ങനെയാണ് ഇവിടെ മോഷണം നടന്നത്? അപ്പുറത്തെ വീട്ടിലെ പയ്യൻ വിളിച്ചായിരുന്നു. എത്ര മണിക്കാണ്? 2 മണിക്ക് വിളിച്ചായിരുന്നു. അല്ല, അമ്മയാണ് വിളിച്ചു പറയുന്നത്. അമ്മാവ് വിളിച്ചു പറയുന്നത്. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ കള്ളം കയറിയെന്ന് പറയുന്നത്. എത്ര മണിക്കാണത്? 2:15. വെളുപ്പാങ്കാലത്ത്. അവരെങ്ങനെ അറിയുന്നത് എങ്ങനെ ഇവിടെ മോഷണം നടന്നതായിട്ട്? അവരുടെ CCTV കാണാൻ ചെയ്തത്. അങ്ങനെ അവർ രാത്രി 2:30 മണിക്ക് നോക്കിയോ? അതെന്തോ പുറത്തിറങ്ങിയപ്പോൾ നോക്കി ചെയ്തത്. അങ്ങനെ കണ്ടത്. നോക്കിയപ്പോൾ ആൾക്കാരിൽ പോകുന്ന കണ്ടോ? 2 വീലർ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇതുവരെ വന്നത് കണ്ടത്. ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ. ഓ, അങ്ങനെ ആളിവിടെ കയറിയായിട്ട് സംശയം തോന്നി. അങ്ങനെ അവർ പോലീസിനെ അറിയിച്ചോ? പോലീസിനെ അറിയിച്ചു. അപ്പോൾ പോലീസ് ഇവിടെ വന്നു. പോലീസ് വന്നു. താമസം. അപ്പോൾ നിങ്ങൾ അപ്പോഴേ പോലീസ് വിളിക്കുകയാണ് ചെയ്തല്ലേ? നിങ്ങൾ അല്ല, ഇവർ തന്നെ വിളിക്കണേ? പയ്യനെ വിളിച്ചത്. ഓ, അങ്ങനെ പോലീസ് വന്നു. പോലീസ് വന്നപ്പോഴത്തേക്ക് ഇവരോട് പോയോ? പോയിട്ട് ഒരു ഓട്ടോറിക്ഷ തിരക്കിയല്ലേ ആൾക്കാർ? അപ്പോഴത്തേക്ക് അവരെവിടെയൊക്കെ ഒളിച്ചിരുന്നു. പിന്നെ ഓട്ടോറിക്ഷ തിരക്കിയിട്ടപ്പോൾ ഓട്ടോറിക്ഷ കിട്ടിയിട്ട് ആ ഓട്ടോക്കാർ ഇവിടെ കൊണ്ട് പോലീസ് അടുത്തുണ്ടാക്കിയോ? അല്ല, മാമ കയ്യിൽ പിടിച്ചോണ്ട് വരരുത്, ഓട്ടോയിലെല്ലാം ഉണ്ടെന്നത്. അതിലെ പറഞ്ഞ അതിലെ അപ്പുറത്ത് റോഡിലൊന്ന് ഇറങ്ങിയാണ്. ഇവിടെ ആരാണ് താമസം? അമ്മാവിയാണ്. അമ്മായി മാത്രമേ ഉള്ളായിരുന്നു? അമ്മാവി അത്ര. ഇന്നലെ ഇല്ലായിരുന്നു? അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അനിയൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ അമ്മ കൊണ്ടുപോയത്. സുഖമില്ലാത്തതുകൊണ്ട് അങ്ങ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഇന്നലെ മാത്രം ഇവിടെ ആളില്ലായിരുന്നു? അമ്മ സ്ഥിരം ഇവിടെയാണ്. മതിൽ ചാടുന്നതിനിടയിൽ താഴെ വീണ് ഫാൻറ്റം പൈലി എന്ന ഷാജിയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബൈക്കിലെത്തിയ സംഘം വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് വീടിനകത്തേക്ക് കയറിയത്. എന്നപ്പോഴത്തേക്ക് ചേട്ടാ ഇവിടെ എവിടെയെങ്കിലും ആട്ടോ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ആട്ടോ ഉണ്ടടാ, ഞാൻ താഴെ ഒരു വീട്ടിൽ ആട്ടോ ഉണ്ട്, വാ വന്ന് പറഞ്ഞു. വിളിച്ചോണ്ട് വന്നിട്ട് പിന്നീട് കൊണ്ടുവന്ന് പോലീസിന്റെ ഒപ്പം കൊണ്ടുവന്നാക്കി. അപ്പൊ ഒരുത്തനെ അടിച്ചിനെ പിടിച്ച് മറ്റും അടിച്ചാടി. പുള്ളിക്ക് എങ്ങനെ സംശയം തോന്നി? എങ്ങനെ ഇവര് മോഷ്ടാവാണെന്ന് തോന്നുന്നത്? ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നു. അപ്പൊ ആട്ടോ ഇവിടെ അടുത്ത് വീട്ടിൽ ആട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് പോലീസ് ഇവിടെ നിൽക്കണമെന്നുള്ളവരാ ഈ കൊണ്ടുവരുന്നവനല്ലേ അറിയാം, മറ്റവർക്ക് അറിയത്തില്ലല്ലോ പോലീസ് നിൽക്കുന്നെന്ന്. അങ്ങനെ കൊണ്ടുവന്ന് അവരെ മുമ്പ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായ എന്തോ ഇങ്ങനെ ഓടി. ഒരുത്തനെ അപ്പോഴേ പിടിച്ചെടുത്ത്. ഒരുത്തൻ ഇവിടെ കണ്ട ഇതിന്റെ മണ്ടേ കൂടെ കണ്ട ചാടി കയറി ഈ തറയിൽ വന്ന് വീണപ്പോ കൈ തിരിഞ്ഞ് അത് അവരടിച്ചെന്ന്. അമ്മയുടെ ആരാ ഇവിടെ താമസിക്കുന്നത്? അമ്മയുടെ ആരാ ഇവിടെ താമസിക്കുന്നത്? ചേച്ചി, എന്റെ ചേച്ചിയാണ് താമസിക്കുന്നത്. 23,000 രൂപയും ആഭരണങ്ങളും വീട്ടുസാധനങ്ങളും ഉൾപ്പെടെയാണ് സംഘം കവർന്നത്. നിലവിൽ ഷാജി 40-ലധികം മോഷണ കേസുകളിലെ പ്രതിയാണ്. സൈദാലിക്ക് 2 കേസുകൾ നിലവിലുണ്ട്. 3 ദിവസം മുൻപാണ് 4 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് ഫാൻറ്റം പൈലി എന്ന ഷാജി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്. തുടർന്നാണ് സുഹൃത്തായ സൈദാലിയെയും കൂട്ടി ബൈക്കിൽ കടയ്ക്കലെത്തി മോഷണം നടത്തുന്നത്. വീട്ടിൽ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പട്ടാപ്പകൽ വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി.